ഇന്ന് ദേവി മഹാഭാഗവതത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. എന്താണ്? ത്രിദേവി കലഹം. എന്താ കഥ? ഒരിക്കൽ ലക്ഷ്മി ദേവിയെ കാണുവാനായി ഗംഗാദേവിയും സരസ്വതീ ദേവിയും കൂടി എവിടെ വരും? വൈകുണ്ഠത്തിൽ വരും. അപ്പോൾ അവരെ കണ്ടപ്പം ലക്ഷ്മി ദേവിക്ക് ഭയങ്കര സന്തോഷമാവും. എന്താണ്? ലക്ഷ്മി അതിഥികളെ വേണ്ട ഉപചാരങ്ങളോടെ സ്വീകരിച്ച് സൽക്കരിക്കും. അനന്തരം അവരെന്താക്കും? മൂന്നാളും കൂടി അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് രസിച്ചിരിക്കുകയാണ്. പല കുശല പ്രശ്നമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടകാലത്തിന് ലക്ഷ്മി ദേവിക്കൊരു സംശയം തോന്നും. എന്താ സംശയം? ചെറിയ സംശയമൊന്നുമല്ല കേട്ടോ തോന്നിയത്. തൻ്റെ പ്രാണവല്ലഭനാരാ വിഷ്ണു ഭഗവാനും ഗംഗാദേവിയും തമ്മിൽ പരസ്പരം അനുരക്തരാണോ എന്നൊരു സംശയം ആർക്ക് തോന്നും? ലക്ഷ്മി ദേവിക്ക്. എന്താണ്? ഭഗവാനും ഗംഗാദേവിയും തമ്മിൽ സ്നേഹത്തിലാണ് എന്നൊരു സംശയം തോന്നും. സംശയം എന്ന് പറയുന്നത് എന്താണ്? തീയാണ്. അത് വർദ്ധിച്ചാൽ എന്താ? അഗ്നിയെ പോലെ പടർന്ന് പിടിച്ച് പല ആപത്തുകളും ഉണ്ടാക്കും അല്ലേ? അപ്പം എന്താ? ലക്ഷ്മി ദേവി പുറത്ത് പറയില്ല. മെല്ലെ ആ സംശയം എന്താക്കും? രഹസ്യമായിട്ട് ആരോട് പറയും? സരസ്വതീ ദേവിയോട് പറയും. അപ്പം എന്താ? സരസ്വതീ ദേവിക്ക് തോന്നും പാവം ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടല്ലോ. എങ്ങനെ ആലോചിച്ചിട്ട് എന്താക്കും? ഗംഗാദേവീനെ നോക്കിയിട്ട് അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങും. എന്താ ശകാരിക്കുക? നീ എന്തിനു പുണ്യവതിയുടെ വേഷം ചമഞ്ഞ് നടക്കുന്ന? നാണല്ലല്ലോ നിനക്ക്? ഈ ലക്ഷ്മീൻ്റെ ഭർത്താവിൽ നീ കണ്ണ് വെച്ചിരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. പിന്നെ പറയുന്നത് ലക്ഷ്മി പാവം ശുദ്ധഗതി കൊണ്ടൊന്നും മിണ്ടുന്നില്ലെങ്കിലും മിണ്ടാനൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശകാരിച്ചിട്ട് എന്താക്കും? മുടി പിടിച്ച് വലിച്ചിഴയ്ക്കാൻ ഭാവിക്കും. അപ്പം അത് കണ്ടപ്പോൾ ലക്ഷ്മി ദേവിക്ക് കൂടി വെപ്രാളാവും. എന്താണ്? വിഷമമായിട്ട് സരസ്വതീ ദേവീനെ എന്താണ് തടസ്സപ്പെടുത്തിക്കൊണ്ടിട്ട് എന്താ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തും. ആരെ? സരസ്വതീ ദേവീനെ ലക്ഷ്മി ദേവി കുറ്റപ്പെടുത്തും. അപ്പം ആകപ്പാടെ മാനക്ഷയം ആർക്ക് സംഭവിക്കും? സരസ്വതീ ദേവിക്ക് സംഭവിക്കും. സരസ്വതീ ദേവി എന്താണ്? അപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം വരും. കോപിഷ്ഠയായിട്ട് കുറ്റബോധത്തോടെ ലക്ഷ്മി ദേവീനെ നോക്കിയിട്ട് ഇങ്ങനെ ശപിക്കും. എന്താ ശപിക്കുന്നത്? വടിയുടെ രണ്ടറ്റത്തും തീ കൊളുത്തി നടുക്ക് പിടിച്ച് നിന്നുകൊണ്ട് രസിക്കുന്നവളെ പോലെ പെരുമാറുന്ന നീ എന്താകണം എന്നാ പറയുന്നത്? ഒരു പാഴ്ചെടിയായി തീരട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിക്കുന്നതാണ്. അപ്പം ഗംഗാദേവി എന്ത് പറയും? ധിക്കാരം കയറി ധാർഷ്ട്യം പിടിച്ച സരസ്വതിക്ക് ഇന്നതേ പറയാവൂ എന്നില്ല. ഇവളാണ് വാഗീശ്വരി. ഒരു കാരണവും കൂടാതെ അവൾ ലക്ഷ്മിയെ ശപിച്ച സ്ഥിതിക്ക് ഞാനും നിന്നെ ശപിക്കുകയാണ് എന്ന് പറയുന്നതാണ്. എന്താ ശപിക്കുന്നത് ഗംഗാദേവി? സരസ്വതി, നീ ഭൂതലത്തിൽ പാപികളുടെ ദേഹമാലിന്യങ്ങളെ കഴുകിക്കളയുന്നൊരു നദിയായി തീരട്ടെ എന്ന് പറയുന്ന. എൻ്റെ ശാപം ഫലിക്കുമെന്ന് ഞാൻ അറിയട്ടെ എന്ന് പറയും. ആകപ്പാടി രംഗം വഷളാവും. എന്താ? സരസ്വതീ ദേവിൻ്റെ മുഖം എന്താകും? കുങ്കുമം പോലെ അങ്ങോട്ട് ചുവന്ന് തുടുക്കും. എന്നിട്ട് തിരിച്ച് ഗംഗാദേവിനെ അങ്ങോട്ടും ശപിക്കും. എന്ത്? ആരും ഇപ്പോൾ പുണ്യവതിയായിട്ടൊന്നും ഞെളിഞ്ഞ് നടക്കണ്ട. എന്താണ്? ഇന്നെ ഭൂമിയിൽ നദിയായി തീരട്ടെ നീ ശപിച്ചത് കൊണ്ട് നീയും ഭൂമിയിൽ പാപികളുടെ പാപം ഗ്രഹിക്കാനുള്ള ഒരു നദിയായി തീരട്ടെ എന്ന് പറയുന്ന. അങ്ങനെ ഞാനും നീയും വാഹിനികളായി വാഴാം. ഗർവം അങ്ങനെ തീരട്ടെ രണ്ടാളതെന്ന് പറയുന്ന. അപ്പോൾ എന്താണ്? ഒരു കാരണമില്ലാതെ 3 ദേവികളും ശാപത്തിന് ഇരയാവും. എന്താണ്? അതിന് ഇതൊക്കെ വല്ല കാര്യം ഉണ്ടേനിയാ? ഒന്നുമില്ല. ഒരു സ്നേഹ സന്ദർശനത്തിന് വന്ന 3 പേരെന്താക്കും? അവസാനം ഒടുവിൽ തെറ്റി പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുകയും ചെയ്യും. ഇതാര് പറയുന്നത്? ജനമേജയ മഹാരാജാവിന് വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പം വ്യാസമഹർഷി പറയും എന്ത്? ദേവികളായ അവരുടെ ഇടയിൽ ഈ വിധമായ തെറ്റിദ്ധാരണകളും മത്സരകലാപങ്ങളും ഉണ്ടായ സ്ഥിതിക്ക് മനുഷ്യ സ്ത്രീകളുടെ ഇടയിലുണ്ടാവുന്ന അടിസ്ഥാനരഹിത കലാപ മത്സരങ്ങൾ ഉണ്ടാകുന്നതിൽ എന്തെങ്കിലും അത്ഭുതം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആരോട്? ജനമേജയ മഹാരാജാവിനോട്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ദേവികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ഉണ്ടാകുന്നത്. പിന്നെ മനുഷ്യ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയണമെന്ന് പറയുന്നതാണ്.
അങ്ങനെ തമ്മിൽ പരസ്പരം അങ്ങനെ ശാപവും ശകാരവും ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാതെ മുഖം വീർപ്പിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആര് വരും? മായാമയനായ മാധവൻ ഒന്നും അറിയാത്ത മട്ടിൽ അവരുടെ മുൻപിൽ വരുന്നതാണ് വിഷ്ണു ഭഗവാൻ. അങ്ങനെ വരും. അപ്പോൾ ഭഗവാൻ എല്ലാ കാര്യം മനസ്സിലാവും, നടന്ന കാര്യങ്ങൾ മുഴുവൻ ഭഗവാന് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ എന്തു പറയും? കരുണയോടെ അവരോട് പറയും, എന്ത്? ഇതാരുടെയും കുറ്റമല്ല, സംഭവിക്കാനുള്ളത് സംഭവിച്ചേ കഴിയൂ, അത് കാലത്തിൻ്റെ കൽപ്പനയാണെന്നാ. അപ്പോൾ പറയും, ലക്ഷ്മി ദേവിനോട് പറഞ്ഞു കൊടുക്കും, കമലേ, എന്താണ്, നിൻ്റെ ഒരു അംശം കൊണ്ട് നീ ഭൂമിയിൽ എന്താണ് അയോനിജയായ ഒരു കന്യകയായി പിറന്ന് ധർമ്മധ്വജൻ എന്ന മഹാത്മാവിൻ്റെ മകളായിത്തീരുന്നു പറഞ്ഞു കൊടുക്കുന്ന. നിന്റെ മഹാത്മ്യത്താൽ നീ 3 ലോകങ്ങളും ശുദ്ധമാക്കി ഒടുവിൽ ആരാവും? തുളസി എന്ന പുണ്യലതയായി, എന്താണ്, ഒരു പുണ്യമുള്ള ചെടിയായി മുളച്ച് അതിൻ്റെ ദളപത്രങ്ങൾ കൊണ്ടുള്ള മാല്യങ്ങൾ എൻ്റെ കണ്ടത്തിൽ ഞാൻ അണിയുന്ന. എന്താണ്? തുളസിയുടെ ഇലകൾ കൊണ്ടുള്ള മാലകളാണ് ഭഗവാൻ കഴുത്തിൽ അണിയുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസീദളങ്ങളാണ്. തുളസി മാല്യങ്ങളും തുളസീദളങ്ങളും വിഷ്ണു പ്രീതികരങ്ങളായി തീരും എന്നു മാത്രമല്ല, തുളസി ഒരു പുണ്യവും ദിവ്യ ഔഷധവുമായും ഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന. എന്താണ്? ഏത് രോഗത്തിനും പ്രതിവിധിയാണ് തുളസി എന്ന് പറയുന്നത് അല്ലേ? തുളസി നിൽക്കുന്ന സ്ഥലത്തെ മണ്ണിനു പോലും മഹാത്മ്യം ഉണ്ടായിരിക്കുന്ന. എല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു പോന്ന് മൂലപ്രകൃതിയിൽ ലയിച്ചു കൊള്ളുക പറഞ്ഞു കൊടുക്കുന്ന. നീ ധർമ്മധ്വജൻ്റെ പുത്രിയായി വാഴുന്ന കാലത്ത് ശംഖുചൂടൻ എന്നൊരു അസുരൻ വന്ന് നിന്നെ പത്നിയായി സ്വീകരിക്കും. നീ പേടിക്കേണ്ട. എന്താണ്? അവൻ അസുരനൊന്നല്ല. എന്താണ്? ആ ശംഖുചൂടൻ എൻ്റെ അംശത്തിൽ നിന്നും ജനിക്കുന്ന ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ആരെ നോക്കും? ഗംഗാദേവീനെ നോക്കിയിട്ട് പറയുന്നത് എന്താണ്? ഭഗവാൻ അരുളി ചെയ്യുന്നത് എന്താ? ഭവതി വിഷമിക്കേണ്ട. എന്താണ്? പരാശക്തിയായ ദേവിയുടെ അഖണ്ഡ നിശ്ചയമാണ് എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത്. കാരണം പാപപരിഹാരിണിയായും നദിയായി ഭവിക്കുന്നത് ദേവിക്ക് പുണ്യമല്ലേ എന്ന് ചോദിക്കുന്ന. ഏതൊരുവൻ നിന്റെ നാമത്തിലുള്ള നദിയിൽ മഞ്ജനം ചെയ്യുന്നുവോ അവൻ്റെ സർവ്വപാപങ്ങളും നശിക്കുമെന്നുള്ളതാണ് നിനക്ക് സിദ്ധിക്കുന്ന വൈശിഷ്ട്യം. ദേവലോക പൂജ്യസ്ഥാനം നിനക്ക് ഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കും. ഭൂമിയിൽ എന്താണ്? ഭൂമിയിൽ സൂര്യവംശത്തിൽ ജനിക്കുന്ന ഭഗീരഥൻ എന്ന രാജാവ് എന്താണ്? തപസ് ചെയ്ത് ദേവമന്ദാകിനിയായി ഭവിക്കുന്ന നിന്നെ എവിടേക്ക് കൊണ്ടുവരും? ഭൂമിയിലേക്ക് കൊണ്ടുവരും. അതുമൂലം നിനക്ക് ഭാഗീരഥി എന്ന പേരും സിദ്ധിക്കുന്ന പറയുന്നത്. പാരിലേക്കുള്ള, അതായത് ഭൂമിയിലേക്കുള്ള പതനവേളയിൽ നീ മഹാദേവൻ്റെ മൗലിയിൽ തങ്ങി അദ്ദേഹത്തിൻ്റെ പത്നിയായും ഭവിക്കും. എന്താ? ഗംഗയെ ഒന്ന് ധരിച്ചു കൊള്ളൂ എന്ന് പറയുന്ന. ഞാനും ശിവനും ഒന്ന് തന്നെയാണ്, 2 രൂപത്തിൽ കാണപ്പെടുന്നു എന്ന് മാത്രം. ഇതിനും പുറമെ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇതിനും പുറമെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. എന്ത്? ചന്ദ്രവംശ മഹാരഥനായ ശന്തനു എന്ന മഹാരാജാവിന് അദ്ദേഹത്തിൻ്റെ മുൻജന്മ സുഹൃതഫലമായി നിന്നിലൊരു പുത്രനുണ്ടാകും. അവനെന്താണ്? അഷ്ടവസുക്കളിൽ ഒരാളായിരിക്കും. അയാളുടെ പേരെന്താണ്? ഭീഷ്മർ. ഭീഷ്മർ എന്ന നാമത്തിൽ അവൻ ഏറ്റവും പ്രഖ്യാതനും പ്രബല യുദ്ധ നിപുണനുമായി ഭവിക്കുന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാൻ ഗംഗാദേവീനെ നോക്കിയിട്ട്. 3ാമത് സരസ്വതീ ദേവീനെ നോക്കിയിട്ട് പറയുന്നത്, ദേവി സരസ്വതി നീയും സങ്കടപ്പെടണ്ട. എന്താണ്? ശാപ അനുസരിച്ച് നീയും ഒരു പുണ്യവാഹിനിയായി ഭാരതത്തിൽ പിറന്നിട്ട് ഭാരതവർഷത്തിൽ പിറന്ന് ഏതാനും കാലം കഴിയുമ്പോൾ വീണ്ടും സത്യലോകം പ്രാപിച്ച് ബ്രഹ്മസന്നിധിയിൽ തന്നെ വാഴുവാൻ കഴിയുമെന്ന് പറയുന്ന. ലോകം മുഴുവനും നിന്നെ വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും വാക്കിൻ്റെയും ദേവിയായി പൂജിച്ചാരാധിക്കും. യാജ്ഞവൽക്യൻ എന്ന മുനി താൻ പഠിച്ച വിദ്യകൾ മുഴുവൻ മറന്നു പോകുമ്പോൾ എന്താ? ലോകാലോകം എന്ന സ്ഥലത്ത് പോയി വിദ്യാമൂർത്തിയായി സൂര്യദേവനെ തപം ചെയ്യുന്ന. അപ്പോൾ ആദിത്യൻ പ്രത്യക്ഷപ്പെട്ട് സർവവേദങ്ങളും വേദാംഗങ്ങളും ഉപദേശിച്ചിട്ട് മേലിൽ വിദ്യാദേവിയായി നിന്നെ പൂജിക്കുവാനും ഉപാസിക്കുവാനും ഉപദേശിക്കും. അങ്ങനെ നീ സർവപ്രകാരേണ എന്താകും? വിദ്യാദേവിയായും ജ്ഞാനസ്വരൂപിണിയായും വാഗീശ്വരിയായും പൂജിക്കപ്പെടുന്ന ദേവി സരസ്വതിയോട് ഭഗവാൻ
വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുക്കും. അപ്പം ലക്ഷ്മി ദേവി പെട്ടെന്ന് തന്നെ ചോദിക്കുന്നത്, നാഥ, സുചരിതയും സുഭഗയുമായ പത്നിയുള്ളവനാണ് ഏറ്റവും ഭാഗ്യവാനും പുണ്യവാനും എന്നങ്ങ് പറയാറുണ്ട്. ആ സ്ഥിതിക്ക് എന്നെ പരിത്യജിക്കുന്നത് പാപകരവും ധർമ്മവിരുദ്ധവുമല്ലേ എന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയും, എന്താണ് ദേവി ഇങ്ങനെ കഥയില്ലാതെ പറയുന്നത്? ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയാണോ? നീ എപ്പോഴും എൻ്റെ അരികിൽ തന്നെ ഇരിക്കും. ലക്ഷ്മി ഇല്ലാതെ വിഷ്ണു ഇല്ല. കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് ദേവികളായ നിങ്ങളും ലോകോപകാരത്തിന് വേണ്ടി നിങ്ങളുടെ അംശം കൊണ്ട് മറ്റു രൂപങ്ങളെ പ്രാപിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന. അതാണെങ്കിൽ ഒരു ശിക്ഷയുമല്ല. ആലോചിച്ചു നോക്കിയാൽ ശാപഫലവുമല്ല. കാര്യത്തിന് കാരണമായി ശാപം സംഭവിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയും. ലക്ഷ്മി, നീ മായാദേവിയാണ്. നിന്നിലുള്ള മായയ്ക്ക് പോലും മഹത്വമുണ്ട് എന്ന് ഭഗവാൻ പറയുക. ശാപഗ്രസ്തരായി രൂപം പകരുന്നത് നിങ്ങളുടെ ഒരംശം മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് എന്ത്? ത്രിദേവി കലഹം. ഇനി അടുത്തത് എന്താ? സ്വർഗലക്ഷ്മി ചരിതവും ഗംഗോൽപത്തിയാണ് അടുത്തത് പറയാനുള്ളത്. ദേവി ഭാഗവതത്തിൽ അതിനെപ്പറ്റിയാണ് വർണ്ണിക്കുന്നത്. എന്തെങ്കിലും ചെറുതായിട്ടോ വലുതായിട്ടോ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.